ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഫെബ്രുവരി 3 ബുധൻ കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നു. അതായത് കാലപുരുഷൻ്റെ 11ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. കുംഭൻ രാശിയിൽ രാഹുവുണ്ട്. രാഹുവും ബുധനുമായിട്ട് യോഗം വരുന്നുണ്ട്. അപ്പോൾ ബുധൻ്റെ രാശിമാറ്റവും ബുധ രാഹു യോഗവും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. 2026 ഫെബ്രുവരി 3 ബുധൻ കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നത്. ഫെബ്രുവരി മാസത്തിൽ ആദ്യമായിട്ട് രാശി മാറുന്ന ഗ്രഹം എന്ന് തന്നെ പറയാം. അപ്പോൾ പൊതുവെ നമുക്ക് കാലപുരുഷൻ്റെ 11ലേക്കാണ് ആ ബുധൻ്റെ രാശിമാറ്റം വരുന്നത്. അപ്പോൾ ഏപ്രിൽ 10 വരെ ആ ബുധൻ കുംഭൻ രാശിയിൽ ഉണ്ടാകും. കുംഭൻ രാശിയിൽ ഇപ്പോൾ രാഹുവുണ്ട്. ഇപ്പോൾ രാഹുവും ബുധനുമായിട്ടുള്ള യോഗം ആ കുംഭൻ രാശിയിൽ വരികയാണ്. ഇപ്പോൾ പൊതുവെ ബുധൻ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്, അതുപോലെ ബുദ്ധിശക്തിയുടെ ഗ്രഹമാണ്, ബിസിനസ്സിൻ്റെ കാരകനാണ്, വിദ്യാകാരകനാണ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ ഗ്രഹമാണ്, അപഗ്രഥന ശേഷിയുടെയൊക്കെ ഗ്രഹമാണ്, നെഗോഷിയേഷൻ്റെയൊക്കെ ഗ്രഹമായിട്ട് നമുക്ക് ഈ ബുധനെ കാണാം. അപ്പോൾ കാലപുരുഷൻ്റെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ആ ബുധൻ രാശി മാറുന്നത്. അപ്പോൾ അവിടെ രാഹു ആ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ബുധൻ്റെ രാശിമാറ്റം, ഏത് രീതിയിലായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം. ആദ്യം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ബുധൻ്റെ രാശിമാറ്റം എന്ത് സ്വാധീനം ചെലുത്തും നോക്കാം. ഇപ്പം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്നത് 2ഉം 11ഉം ഭാവാധിപനാണ്. അപ്പം ഈ 2ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഫെബ്രുവരി 3 7ലേക്കാണ് രാശി മാറുന്നത്. 7ാം ഭാവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെയും പാർട്ട്ണർഷിപ്പ് ലൈഫിൻ്റെയും, അത് ബിസിനസ് പാർട്ട്ണർഷിപ്പും ആകാം, ലൈഫ് പാർട്ട്ണർഷിപ്പും ആകാം, അതിൻ്റെയൊക്കെ ഒരു സ്ഥാനമാണ്. അപ്പോൾ ഈ 2ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7 വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കുടുംബ ബിസിനസ്സിലൊക്കെ നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതേസമയം സുഖഭോഗങ്ങൾക്കായിട്ട് നമുക്ക് പണച്ചെലവ് വരാവുന്ന സമയവും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടുള്ള ഗുഡ് കമ്മ്യൂണിക്കേഷൻ, ഈ സമയത്ത് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ ബുധൻ്റെ 7ലെ രാശിമാറ്റം നല്ല കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ റിസോൾവ് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. ബിസിനസ് വഴിയൊക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ 2ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ 6ലേക്കാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു ശ്രദ്ധ വേണം. അല്ലാത്ത പക്ഷം കുടുംബ വിഷയത്തിന്മേൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മുഖാന്തരം എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ ഭാവാധിപൻ ഭാവത്തിൻ്റെ 6ൽ വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ സമയത്ത് നമ്മൾ കുടുംബ കാര്യങ്ങൾക്ക് ഒരു ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് ക്ഷമയും അച്ചടക്കമൊക്കെ കുടുംബകാര്യങ്ങളിൽ നമ്മൾ കീപ്പ് ചെയ്തു പോകേണ്ടുന്ന സമയമാണ്. ബുധൻ 11ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ആ 11ാം ഭാവാധിപൻ 7ൽ വരിക എന്ന് പറയുമ്പോൾ അത് 11ൻ്റെ ഭാഗ്യസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് ദൂരയാത്രകൾ, വിദേശ വിപണനം, അതുപോലെ വിദേശ ബന്ധം, ഇവ വഴിയൊക്കെ ഇവർക്ക് ധനാഗമനെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ജീവിത പങ്കാളി വഴി ചിലപ്പോൾ സാമ്പത്തിക നേട്ടം ഉണ്ടായെന്ന് വരാം. അതേസമയം ഈ എതിർലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. 11ാം ഭാവാധിപൻ 7ലേക്ക് വരിക എന്ന് പറയുമ്പോൾ ജ്യേഷ്ഠ സഹോദരന് ചിലപ്പോൾ വിദേശയാത്രകൾക്ക് യോഗം കാണുന്നുണ്ട്. ഇപ്പോൾ 7ലൊക്കെ ആ ബുധനും രാഹുവും ഒക്കെ യോഗം വരുന്നത് കൊണ്ട് നമ്മൾ കരാറുകളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മൾ രേഖകളിലും അതുപോലെ നമ്മളെ ഡോക്യുമെൻറ്റേഷനിലും ഒക്കെ തന്നെ എറർ വരാതെ നോക്കണം. അപ്പോൾ എന്ത് തീരുമാനം, അത് ബിസിനസ് പരമായിക്കോട്ടെ,
അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, എന്ത് തീരുമാനം എടുക്കുമ്പോഴും അതിൽ നമ്മൾ തിടുക്കത്തിൽ ആ തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബുധനും രാഹുവുമായിട്ടുള്ള യോഗം. രാഹു പൊതുവെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഗ്രഹമാണ്, തർക്കത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്. അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് വേണം ഈ സമയത്ത് നമ്മൾ ഉണ്ടാകേണ്ടത്. അതുപോലെ ബിസിനസ് റിലേഷൻഷിപ്പിലും അതുപോലെ പേഴ്സണൽ റിലേഷൻഷിപ്പിലുമൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം. പ്രത്യേകിച്ച് ആ 7 രാഹു സ്ഥിതി ചെയ്യുന്ന സമയം ആയതുകൊണ്ട് ജോയിൻ്റ് സംരംഭങ്ങൾ പൊതുവെ ലാഭകരമാകും. ബുധൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുകയാണ്. 7 നിൽക്കുന്ന ബുധൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു. ജന്മരാശിയിൽ കേതു ഉണ്ട്, 7 രാഹു ഉണ്ട്. അപ്പോൾ രാഹു കേതുക്കളുടെ ആക്സിസിലാണ് ഈ ജന്മരാശി വരുന്നത്. അപ്പോൾ പൊതുവെ ഈ ജന്മരാശിയിലൊക്കെ ബുധൻ്റെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് വിവേകബുദ്ധി കൂടുന്ന സമയമാണ്. കാര്യ അവബോധമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ലെക്ചറിങ് വഴിയോ പഠനം വഴിയോ വാണിജ്യം വഴിയോ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. സത്യസന്ധമായ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ബന്ധങ്ങളൊക്കെ ശക്തമാക്കും എന്ന് തന്നെ പറയാം. ഇനി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ബുധൻ ഈ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അതുപോലെ അത്തം ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് 10ാം ഭാവാധിപനാണ്. അതുപോലെ ജന്മ ലഗ്ന രാശ്യാധിപനുമാണ്. അപ്പോൾ 1ഉം 10ഉം ഭാവാധിപനാണ് ബുധൻ. ആ ബുധൻ ഇപ്പോൾ ഫെബ്രുവരി 3-ന് 6-ലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 10 വരെ ആ ബുധൻ 6-ൽ സ്ഥിതി ഉണ്ടാകും. അതുപോലെ 6-ൽ ഇപ്പോൾ രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ 6-ൽ രാഹുവും ബുധനുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ തലത്തിൽ പൊതുവെ വർക്ക് പ്രഷർ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുക. അതുകൊണ്ട് ഈ തൊഴിൽ തലത്തിലൊക്കെ അല്പക്ഷമ അച്ചടക്കമൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ ജന്മലഗ്ന രാശാധിപൻ 6-ലൊക്കെ വരിക എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഒരു കെയർ കൊടുക്കണം. വാഗ്വാദങ്ങൾ കഴിവതും ഒഴിവാക്കണം. 6-ലാണ് ആ ബുധൻ വരുന്നത്, ശത്രുസ്ഥാനത്ത്. അതേസമയം കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഒരു ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലോ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലോ ഒക്കെ പങ്കെടുക്കുന്നവർക്ക് അവർക്ക് കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. ബുധൻ 10ാം ഭാവാധിപനും കൂടിയാണ്. ആ ഭാവാധിപൻ 6-ൽ വരിക എന്ന് പറയുമ്പോൾ വർക്ക് പ്ലേസിലൊക്കെ പൊതുവെ അല്പം ബിസി ആയിരിക്കും. പ്രൊഫഷണൽ തലത്തിലൊക്കെ ഉത്തരവാദിത്വം കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ആരോഗ്യ മേഖല, നീതിന്യായം, അതുപോലെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. തൊഴിലിൽ പൊതുവെ പ്രാക്ടിക്കൽ സ്കില്ല് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. ചിലർക്ക് ഡെപ്യൂട്ടേഷനിൽ ചിലപ്പോൾ ജോലി ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്ന ഒരു സാഹചര്യം ഒന്നു വരാം. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടിവരും. അതുപോലെ തന്നെ 6-ൽ രാഹുവും ബുധനുമായിട്ടുള്ള യോഗം വരുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോൾ, ഇപ്പോൾ ഫയലിൽ ഡിസിഷൻ എടുക്കുന്ന സമയത്തൊക്കെ വളരെ നമ്മൾ കെയർ വേണം. തിടുക്കത്തിൽ തീരുമാനം എടുക്കാതിരിക്കുക. തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമുക്ക് മേലുദ്യോഗസ്ഥരുമായിട്ടോ സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ടോ ഒക്കെ ആലോചിച്ച് അവരുടെയൊക്കെ അഭിപ്രായമൊക്കെ സ്വീകരിച്ച് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ഈ കൂറുകാർ ശ്രമിക്കണം. പ്രധാന തീരുമാനം എടുക്കുമ്പോൾ കഴിവതും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. ഈ 10-ൽ നിൽക്കുന്ന ബുധൻ പ്രത്യേകിച്ച് 12-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമാകും. അതുപോലെ വിദേശത്ത് നമുക്ക് എന്തെങ്കിലും ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ വിസ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് പരിഹരിക്കുന്നതിനും ഈ ബുധൻ്റെ സ്ഥിതി വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഈ ബുധൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും 9ഉം 12ഉം ഭാവാധിപനാണ് ബുധൻ. ഈ 9ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഫെബ്രുവരി 3-ന് അവരുടെ 5-ലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 10 വരെ ബുധൻ 5-ൽ സ്ഥിതി ഉണ്ടാകും. 5-ൽ ഇപ്പോൾ രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ 5-ൽ രാഹുവും ബുധനുമായിട്ടുള്ളൊരു യോഗം
ഈ തുലാക്കൂറുകാർക്ക് വരികയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, ആർട്ടിസ്റ്റുകൾക്ക്, അതുപോലെ ഇൻ്റലക്ച്വൽ തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്കൊക്കെ ഈ ബുധൻ്റെ 5ലേക്കുള്ള രാശിമാറ്റം വളരെ ഗുണം ചെയ്യും. ബുധൻ ഭാഗ്യഭാവാധിപനാണ്. ഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധൻ 5ൽ വരിക എന്ന് പറയുമ്പോൾ സന്താനങ്ങൾക്ക് ഭാഗ്യനേട്ടങ്ങളുണ്ടാകും, പഠനത്തിൽ ഗുണ അനുഭവം ഉണ്ടാകും, അതുപോലെ തന്നെ ഉന്നത വിജയമൊക്കെ പഠിതാക്കൾക്ക് കിട്ടാവുന്ന സമയമാണ്. അതുപോലെ തന്നെ ഉന്നത പഠനമൊക്കെ വിദേശത്തൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും. പ്രത്യേകിച്ച് 9ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 9ൽ സ്ഥിതി വരുന്ന സമയമായതുകൊണ്ട്. അപ്പോൾ പൊതുവെ പിതാവിനൊക്കെ പ്രശസ്തി, അതുപോലെ തന്നെ ഭാഗ്യ അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ പിതാവിനുണ്ടാകാവുന്ന സമയവും കൂടിയാണ്. സ്പെക്കുലേഷൻ വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഈ അഡ്വൈസർ തലത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഉപദേശം അവരുടെ മേഖലയിലൊക്കെ വളരെ സ്വീകാര്യത കൂടുന്ന സമയമായിരിക്കും. അതുപോലെ മന്ത്രശാസ്ത്രങ്ങളിലും ഈശ്വരചിന്തയിലൊക്കെ വളരെ ഫോക്കസ് കൂടുന്ന സമയമായിരിക്കും. അതിൻ്റെയൊക്കെ ഗുണാനുഭവങ്ങൾ ഈ 5ലെ ബുധൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ബുധൻ 12ാം ഭാവാധിപനും കൂടിയാണ്. ഈ 12ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5 വരിക എന്ന് പറയുമ്പോൾ പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയോ ധനച്ചെലവ് കൂടാവുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ അതുമായിട്ട് ബന്ധപ്പെട്ടും ചിലപ്പോൾ പണച്ചെലവ് കൂടാവുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും നമ്മൾ സീക്രട്ടായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള ഡീലിങ്സിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. നമുക്ക് മന്ത്രശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും ഒക്കെ തന്നെ ഒരു താല്പര്യം ഈ സമയത്ത് കൂടാം. അതുപോലെ രാഹുവും ബുധനുമൊക്കെ 5ൽ യോഗം ചെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മൾ 5 പറയുമ്പോൾ മനസ്സിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ പൊതുവേ ചില കൺഫ്യൂഷനൊക്കെ രാഹു ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ബുധൻ വരുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷനൊക്കെ മാറ്റാൻ ബുധൻ്റെ സ്ഥിതി നല്ലതാണ്. എങ്കിലും രാഹുബുധ യോഗമൊക്കെ വരുന്നത് കൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു ശ്രദ്ധ വേണം. കഴിവതും സഡനായിട്ടുള്ള ഡിസിഷൻ ഒഴിവാക്കാൻ ഈ സമയത്ത് ശ്രദ്ധ കൊടുക്കണം. ബുധൻ 11ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 നിൽക്കുന്ന ബുധൻ 11 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സാമ്പത്തിക സ്ഥിതി ഉയരുന്നതിന് സഹായകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്രിയേറ്റീവ് വർക്കിലൂടെ ബുദ്ധിശക്തി വഴി, അതുപോലെ നമ്മുടെ സ്പെക്കുലേഷൻ വഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സോഷ്യൽ റിലേഷൻഷിപ്പ്, അതുപോലെ ഫ്രണ്ട്ഷിപ്പ് വഴിയൊക്കെ തന്നെ നമുക്ക് അത് വിപുലമാകുന്നതിനും അതുവഴിയൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്നതിനും ആ ബുധൻ്റെ 11ലെ ദൃഷ്ടി വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ബുധൻ കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം, അതുപോലെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെയാണ്. വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും 8ഉം 11ഉം ഭാവാധിപനാണ് ബുധൻ. ബുധൻ ഫെബ്രുവരി 3 അവരുടെ 4ലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 10 വരെ ഈ ബുധൻ 4ാം ഭാവരാശിയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ 4ൽ രാഹു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അങ്ങനെ ബുധനും രാഹുവുമായിട്ടുള്ള യോഗം 4ൽ വരുന്നു. ബുധൻ 8ാം ഭാവാധിപനാണ്. അപ്പോൾ 8ാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം, പ്രത്യേകിച്ച് ബുധൻ 4ൽ വരിക എന്ന് പറയുമ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തുറന്ന ചർച്ച ആവശ്യമായിട്ടുള്ള സമയമാണെന്നറിയുക. പൊതുവെ അല്പം മെൻ്റൽ പീസ് കുറയുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അത് സംസാരത്തിൽ സംയമനം ആവശ്യമായിട്ടുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. അതേസമയം ഈ 4ൽ രാഹുവുണ്ട്, 4ൽ ബുധനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ വീട്, വസ്തു, വാഹനം ഇവയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ അതൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എങ്കിൽ തന്നെയും നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ അവ പരിഹരിക്കാനൊക്കെ ആ 4ലെ ബുധൻ്റെ സ്ഥിതി വഴിതെളിക്കും. 8ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് വരുന്നു എന്നുള്ളത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ചിലപ്പോൾ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായെന്ന് വരാം. ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയോ അല്ലെങ്കിൽ ജോയിൻ്റ് അസറ്റ് വഴിയോ ചില നേട്ടങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം.
ഇൻഷുറൻസ് ക്ലെയിംസ് സെറ്റിൽ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് സെറ്റിൽ ചെയ്യാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു ചാൻസൊക്കെ കാണുന്നുണ്ട്. അതുപോലെ 8ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ ഈ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക് അതുപോലെ നേട്ടങ്ങളുണ്ടാകും. റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ഹെൽത്ത് റിലേറ്റഡ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, സയൻറ്റിസ്റ്റുകൾക്ക്, ആഡിറ്റിംഗ് അക്കൗണ്ടിങ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അത് നേട്ടം ഉണ്ടാകും, അതിൽ ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ബുധൻ 11ാം ഭാവാധിപനും കൂടിയാണ്. ആ 11ാം ഭാവാധിപൻ 4ൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സ്ഥാവര വസ്തുക്കൾ, അതുപോലെ കൃഷി, അതുപോലെ നമുക്ക് റെൻ്റ് വഴിയുള്ള വരുമാനം, ഇവയൊക്കെ നമുക്ക് കിട്ടാൻ, ഇവയിലൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന, ഇവയിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ പൊതുവെ നമുക്ക് പഠനം വഴി സ്കോളർഷിപ്പിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങളൊക്കെ പൊതുവെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബുധനും രാഹുവായിട്ടുള്ള യോഗമൊക്കെ വരുന്നത് കൊണ്ട് കുടുംബ സംബന്ധമായിട്ട് എന്ത് വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ജാഗ്രത വേണം. പ്രത്യേകിച്ച് നമ്മൾ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അനാവശ്യ വിവാദങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം. പൊതുവെ അത് മനസ്സംഘർഷത്തിന് ഇടയാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. 4ലൊക്കെ രാഹു നിൽക്കുന്ന സമയമാണ്, പ്രത്യേകിച്ചൊരു ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹമാണ്. ഇപ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവിടേക്ക് നമുക്ക് ക്ഷമയും സംയമനവും ഒക്കെ ആവശ്യമാണ്. കമ്മ്യൂണിക്കേഷനിലും ഒരു കെയർ ആവശ്യമായിട്ടുള്ള സമയമാണ്. ബുധൻ അവിടെ 4 നിന്നിട്ട് 10ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് തൊഴിലിടത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും. അതുപോലെ ഈ വർക്ക് ഫ്രം ഹോം ബേസിസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി എന്ന് വേണമെങ്കിൽ പറയാം. കുടുംബ പ്രശ്നങ്ങൾ കഴിവതും വർക്കിനെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.